ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ദേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ ദേ പുറത്തൊക്കെ വന്ന് വെറുതെ ഒന്ന് കുത്തിയിരിക്കുക കേട്ടോ, വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് നേരം നമ്മുടെ സോയിക്കുട്ടിക്ക് ഒരു കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കാൻ നേരം സോയി വന്ന് അടുത്ത് ഇതുപോലെ വന്നിരിക്കുന്ന കേട്ടോ, തന്നെത്താൻ അവിടെ വന്നിരുന്നോളും. പിന്നെ കുറച്ച് നേരം അവളെ ഇട്ട് കുറേ ഇറിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ആദ്യമൊക്കെ സ്നേഹത്തിലൊക്കെ ഇങ്ങോട്ട് ഇടപെടും, പിന്നെ അവളെ വയലൻ്റ് ആക്കുന്ന രീതിയിലൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് കുറേ അക്രമങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അതേ ഇതുപോലെ അവളിട്ട് ഇറിറ്റേറ്റ് ചെയ്യും, അവളെ മര്യാദയ്ക്ക് കിടത്തില്ല, ഇട്ട് കുലുക്കി പറിച്ച് എന്തൊക്കെയോ കാണിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രണ്ട് പീച്ച് കൊടുക്കാൻ തോന്നും അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കണതാണ്. ഇങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഇന്നത്തെ ഒരു തുടക്കം. പിന്നെ നമ്മുടെ പൂച്ചെടിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. കഴിഞ്ഞ ദിവസം റോസാക്കമ്പ നട്ട് ഒരു പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വന്ന ഒരു മുട്ട, അത് വിരിഞ്ഞോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പൂവൊക്കെ വിരിഞ്ഞുണ്ട്, ചെറിയ പൂവാണ് എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ബോൾസൺ ചെടി പുതിയ കളറാണ്. കുറേ 1-2 കളറ് ബോൾസൺ ചെടി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് വിത്തൊക്കെ ചാടി മുളച്ച് കഴിഞ്ഞാൽ അത് പുതിയ കളറുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ആദ്യമൊന്നും അത് ശ്രദ്ധിക്കില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ആ ചട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പൂവൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കളറാന്ന് കണ്ടാൽ ഞാൻ വേറെ ചട്ടിയിൽ മാറ്റി നട്ട് അങ്ങനെ അത് നോക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെടി എൻ്റെ കൈ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ, ഇത് നടാണ്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് അത് ചീഞ്ഞ് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതങ്ങ് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ. അതേ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി നടാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും പൂവൊക്കെ ഇട്ട് നിൽക്കണ കാണുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ചും കൂടെ ഒക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. നല്ലൊരു പണിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ചെടിപ്പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ ക്ലീനിങ് പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലീനിങ് പരിപാടികളും അത്യാവശ്യം എൻ്റെ പണികളും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് കയറിയത്. റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തെ എവിടുന്നാണോ ഇത്രമാത്രം വണ്ടികളും പതിവില്ലാത്ത ഹോണ്ടികളും ഒക്കെ ആയിട്ട് എന്തൊരു ബഹളാണെന്നോ. ഇപ്പോൾ പിന്നെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അടുത്ത ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വെച്ച് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പണികളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് തീരാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ ഒരോളത്തിന് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് അങ്ങനെ വയ്ക്കൽ പതിവുണ്ട്. അത് ഇന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ യൂട്യൂബിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എടുത്ത് നോക്കലൊന്നുമില്ലല്ലോ. ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അങ്ങനെയൊക്കെയാണ് അറിയില്ല തന്നെ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കെറ്റിലിൽ ഞാൻ വെള്ളം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതേ ഒഴിച്ചു കൊടുത്ത് ഇടിയപ്പത്തിനുള്ളത് അങ്ങ് അടുപ്പത്തങ്ങ് വയ്ക്കാം. പിന്നെ കാസറോളിട്ട് അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ പരിപാടി അങ്ങ് തീർന്നല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്, തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ എണ്ണക്കുപ്പി എന്തോ ഒരു പണി തന്നാണ്, എണ്ണ വരുന്നില്ല. അതിനെ പീച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എണ്ണ കുറച്ച് വെളിയിൽ പോയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഇനി നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങാം. ബട്ടർ ചെറുതായിട്ട് ഒരു പീസ് ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സവാളയും കുറച്ച് ക്യാഷും തക്കാളിയും എല്ലാം കൂടെ അങ്ങ് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് മിക്സിയുടെ ജാറിൽ നമ്മളങ്ങ് അരച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇനി ഓരോന്നായിട്ട് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് വിതറുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് ശരിക്കും വഴണ്ട് സെറ്റായിട്ട് വേണം നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ടൊക്കെ ഇത് ബാക്കി എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ അവിടെ ചെയ്ത് തീർക്കുന്നുണ്ടോ. പിന്നെ ഇന്ന് സ്നാക്കായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് ഉറപ്പായിട്ടും നോമ്പുതറ ഉള്ള ഒരു ദിവസമാണ് പള്ളിയിൽ. അപ്പോൾ അവരെന്തായാലും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ജ്യൂസ് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കപ്പളങ്ങയുടെ ചെറിയൊരു പീസസാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് പുഴുങ്ങിയെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് സവാളയൊക്കെ നന്നായി വഴണ്ട് റെഡി ആയിട്ട് വന്നിട്ട് അതിനകത്തോട്ട് പൊടികളായിട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു ബട്ടർ ചിക്കനാണ് കേട്ടോ. ഇനി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഇങ്ങോട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ ഞാൻ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചൂടാറിയ ശേഷം നമ്മൾ വഴറ്റി വെച്ച ആ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. ആ ചട്ടിയിലോട്ട് തന്നെ ഞാനത് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത്. ചിക്കനൊക്കെ പൊരിക്കുമ്പോഴും കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് പപ്പായ കൂടി ബാക്കി ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ ഒരു ഐറ്റം കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റില്ലേ, അതോടെയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്ത് ചൂടൊക്കെ ആറാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും ഒക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കണ്ണൂർ കോക്ടെയിലാണ്. പാലൊക്കെ ഒഴിച്ചു കൊടുത്തു, മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ തലേദിവസം ഈ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാൻ മറക്കരുത്. അത് അത്യാവശ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതോടെയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ ജഗ്ഗിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. നല്ല തിക്കായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ കേട്ടോ അടിപൊളി ടേസ്റ്റ്. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ടുള്ള കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കറക്റ്റായിട്ട് ഇതിൻ്റെ റെസിപ്പി വീഡിയോ തന്നെയാണ് ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. ഐസ്ക്രീമൊക്കെ വേണ്ടവർക്ക് അതും യൂസ് ആക്കാം. നമ്മൾ ഐസ്ക്രീമൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു കോക്ടെയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത് പനിയാണ് ഗൈസ്, ഇനി അതും കൂടെ ആയിക്കഴിഞ്ഞാൽ തീരുമാനമാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നോമ്പ് തുറക്കാനൊന്നും ആരും വരത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിക്കലേക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാണ്. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. സോയിക്കുട്ടിയാണെങ്കിൽ നല്ല വികൃതിയിലൊക്കെയാണ് കേട്ടോ, അതിലോടിപ്പനി നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.